ഇന്ന് കഴിഞ്ഞ അവിടെ ലാസ്റ്റ് എടുത്ത ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ലാസ്റ്റ് എടുത്ത ടോപ്പിക്. അതിന്റെ കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞെടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ ആണ്. അതായത് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും, ആ കണ്ടീഷൻസ് ഇൻക്ലൂഡ് ചെയ്യാതെ വരുന്ന കേസുകളുടെ എണ്ണം എടുക്കുന്നതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് കൺസിഡർ എ സെറ്റ് വിത്ത് cardinality of S equal to n and conditions Ci 1 less than or equal to I less than or equal to T, each of which may be satisfied by some of the elements of S. അതായത് നമുക്ക് കുറെ കണ്ടീഷൻസ് ഉണ്ട്, അത് CI ആയിട്ട് ഡിനോട്ട് ചെയ്യും. അതിൽ കുറെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാം. ചില എലമെന്റ്സ് കുറെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും, വേറെ ചില എലമെന്റ്സ് വേറെ കുറെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ. The number of elements of S that satisfy none of the conditions. ഈ ഒരു ഒറ്റ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്ത എലമെന്റ്സും ആ സെറ്റിൽ ഉണ്ടാവും. അങ്ങനെയുള്ള എലമെന്റ്സുകളുടെ എണ്ണം എടുക്കാൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് n bar, which is equal to n of C1 bar, C2 bar, C3 bar up to Ct bar, where T എന്ന് പറയുന്നത് നമ്മൾ നമ്പർ ഓഫ് കേസസുകളാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ മെയിൻ ഫോർമുലയിലേക്ക് പോയി കഴിഞ്ഞാൽ n bar, ഇതിപ്പോ ഈ ഒരു ഇതിൽ ഫോർമുല എഴുതുന്നത് അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് ഫോർമുല ആയിട്ട് എഴുതുമ്പോൾ n bar ഈക്വൽ ടു n മൈനസ് n എന്ന് പറയുമ്പോൾ ആ ഹോൾ സെറ്റിന്റെ കാർഡിനാലിറ്റി, അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദാറ്റ് സെറ്റ് മൈനസ് n ഓഫ് C1, അതായത് C1 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് എലമെന്റ്സ്, അതുപോലെ C2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് എലമെന്റ്സിന്റെ n ഓഫ് C2 എന്ന് ഡിനോട്ട് ചെയ്യും. ആ n of C plus up to etc n of Ct plus n of C1 C2, അതായത് രണ്ട് കണ്ടീഷൻസ്, ഇതിൽ C1 C2 എന്ന രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ C1 C3 up to etc, അങ്ങനെ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ്സിന്റെ എണ്ണം ഓരോ സെപ്പറേറ്റ് കേസുകളായിട്ട് എടുത്തിട്ട് അതിന്റെ ടോട്ടൽ സം മൈനസ് ഈ മൈനസ് പ്ലസ് ഇത് അൾട്ടർനേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ ബ്രാക്കറ്റിനുള്ളതായിട്ട് അകത്തുള്ളതെല്ലാം പ്ലസ്സിൽ, അതായത് സം ആയിരിക്കും. ബ്രാക്കറ്റിന് പുറത്തുള്ളത് ആൾട്ടർനേറ്റിംഗ് ആയിട്ടായിരിക്കും, അതായത് മൈനസ് പ്ലസ് മൈനസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി അടുത്തത് 3 കേസ് വരുന്നത്, അങ്ങനെ അപ് ടു എക്സെട്ര T കേസസ് വരുന്ന കേസ് വരെയുള്ള ഈ ഒരു ഫോർമുല എടുക്കും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷന്റെ ഒരു ഫോർമുല. ഇതിന്റെ ജനറലൈസ്ഡ് കേസ് വരും, അതിന് അടുത്തുണ്ടാവും. അതിന് മുമ്പ് 2 എക്സാമ്പിൾസ്, അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ 2 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട്, അത് ചെയ്യുമ്പോൾ കുറച്ച് അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി അടുത്ത് ഇത് ഒരു എക്സാമ്പിൾ ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് നോൺ നെഗറ്റീവ് ഇന്റിജർ സൊല്യൂഷൻ ടു ദ ഇക്വേഷൻ x1 plus x2 plus x3 plus x4 equal to 80 with the condition xi less than or equal to 7 for all 1 less than or equal to I less than or equal to 4. നമ്മൾ ഇങ്ങനെ, അതായത് ഇങ്ങനെയുള്ള ഇക്വേഷൻസിന്റെ ഇന്റിജർ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ വേറെ ഒരു മെത്തേഡാണെന്ന് വെച്ചാൽ എല്ലാത്തിലും ഈ x1 ഒരു കണ്ടീഷൻ വരും, x2 ഒരു കണ്ടീഷൻ, x3 x4, അതിന് ഓരോന്നിനും ഓരോ കണ്ടീഷൻ വരുന്ന കേസുകളായിരുന്നു ആ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസ്. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ x1 ഒരു കണ്ടീഷൻ കാണാം, പക്ഷെ ബാക്കി ഇതിനൊന്നും ചിലപ്പോൾ കണ്ടീഷൻസ് ഉണ്ടാവില്ല. ചിലപ്പോൾ x2 കണ്ടീഷൻ ഉണ്ടാവുക, ബാക്കി x1 x3 x4 കണ്ടീഷൻ ഉണ്ടാവൂല. അങ്ങനെ എങ്ങനെയും വരാം. അപ്പൊ അങ്ങനെയുള്ള എല്ലാത്തിന്റെയും കൂടെ ടോട്ടൽ എടുക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ എടുക്കേണ്ടി വരുന്ന കേസ് ആയതുകൊണ്ടാണ് അത് ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക്കിന്റെ അടിയിൽ വരുന്നത്. നേരത്തേക്ക് എന്ന് വെച്ചാൽ നമ്മളെ ടോട്ടൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാ കണ്ടീഷൻസും ഓരോ രീതിയിൽ കണ്ടീഷൻസ് കൊടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഇതിന്റെ സൊല്യൂഷൻ വരുന്നത്. കാരണം ഇവിടെ xi less than or equal to 7 എന്ന് കൂടെ തന്നിട്ടുണ്ട്. നേരത്തെ എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 എന്നുള്ള കണ്ടീഷനിലായിരുന്നു ക്വസ്റ്റ്യൻസ് അല്ല. അല്ലെങ്കിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും. നേരത്തെ ഉള്ള അത് നമ്മള് ഇതിന് മുമ്പേ ഉള്ള പീജിയൻ ഹോൾ പ്രിൻസിപ്പിളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എടുത്തതിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 എന്നാണ്.
ഇനി ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ടൈപ്പ് മെത്തേഡിന് അധികം ക്വസ്റ്റ്യൻസ് കണ്ടില്ല, ഒന്ന് രണ്ടെണ്ണൊക്കെ ഇതും പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് എത്രത്തോളം എക്സാമിന് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് അധികം ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനുള്ള ബാക്കി ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഇത് നോക്കാം. Here S is the set of solutions of x1, x2, x3, x4 equal to 18. അതായത് ഈ ഒരു ഇക്വേഷന്റെ എല്ലാ സൊല്യൂഷനെയും കൂടെ ചേർത്ത് നമ്മൾ എസ് നിർത്തും ഒരു സെറ്റ് ആയിട്ട്. വിത്ത് xi greater than or equal to for all 1 less than or equal to I less than or equal to 4. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത് നമ്മൾ നേരത്തെ, അതായത് കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ച ആ ഒരു ഫോർമുലയാണ്. അതായത് n+r-1cr. ഈ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതില് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ ടോട്ടൽ എലമെന്റ്സ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ കണ്ടീഷൻസ് വരുന്നത് കൊണ്ട് ഉള്ള ചേഞ്ച് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഈ ഒരു ഫോർമുല ഉപയോഗിക്കും. അപ്പൊ നമ്മൾ നേരത്തെ എന്താണ് ഉണ്ടായിരുന്നത്, n<r ആയിരിക്കണം, എന്നാലാണ് നമുക്ക് ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ നമ്മളത് ആ ഒരു സെക്ഷൻ പഠിച്ചപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഇവിടെ n=4 വരും. അതായത് 1, 2, 3, 4 അതായത് 4 കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ n=4 വരും. r=18, ഇവിടെ തന്നിരിക്കുന്ന 18 ആണ്, 18 വരും. -1 C18, അതായത് 21 C18 കിട്ടും. അതായത് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു മെത്തേഡ് തന്നെ ചെയ്യും. ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് എസ് കണ്ടുപിടിക്കാൻ ആ നേരത്തെ പ്രോബ്ലം ചെയ്ത അതേ മെത്തേഡിൽ ചെയ്യും. ഇനി അടുത്തത് ഓരോ കണ്ടീഷൻസ്, അതായത് x1 ഒരു കണ്ടീഷൻ കൊടുക്കും, x2 കണ്ടീഷൻ കൊടുക്കും, x3 കൊടുക്കും, x4 കൊടുക്കും. അത് കഴിഞ്ഞ് x1ഉം x2 കണ്ടീഷൻ കൊടുക്കും, x3ക്ക് x4 കൊടുക്കൂല, x2 x3 കൊടുക്കും. അങ്ങനെ കണ്ടീഷൻസ് കൊടുക്കാൻ പോവുകയാണ് ഇതിന്റെ അടുത്ത്. അതിനായിട്ട് നമ്മൾ here ci is the condition xi greater than 7. ഇത് നമ്മൾ കണ്ടീഷൻ കൊടുക്കുകയാണ്, x greater than 7 എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മളിവിടെ xi greater than less than equal to 7 എന്ന് കൊടുത്തു ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ തിരിച്ച് എടുക്കുകയാണ്, ആണ് ക്വസ്റ്റ്യൻസിന്റെ ആവശ്യം. അപ്പം xi greater than or equal to 8 വരും. അങ്ങനെയാണെങ്കിൽ xi -8 greater than or equal to 0. അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കണ്ടീഷൻ എങ്ങനെ എഴുതുകയാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ xi -8 greater than or equal to 0. ഈ greater than or equal to 0 ആണ് equal to 0 ആക്കാൻ വേണ്ടി നമ്മൾ ui എടുക്കും. അതായത് ഇവിടെ xi -8 greater than or equal to 0 ആണ്. ഈ greater than or equal to എന്നുള്ള സിമ്പിൾ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അത് പാടാം. ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് xi -8 equal to ui അതൊരു ui എന്നുള്ള ഒരു സിമ്പിൾ എടുത്ത് അത് നമ്മൾ എഴുതി. ലെറ്റ് ui equal to xi -8. then ui is greater than or equal to 0. അത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്സ് മുഴുവൻ ചെയ്യണത്. അല്ലെങ്കിൽ നമുക്കത് ആ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെച്ച് ചെയ്യുമ്പോൾ പിന്നെയും അത് കൺഫ്യൂസിംഗ് ആയി പോയിക്കൊണ്ടിരിക്കും. ഇനി ഫസ്റ്റ് കണ്ടീഷൻ n(c1) കണ്ടുപിടിക്കാൻ പോവാണ്. n(c1) എടുത്താൽ എന്താണ്, നമ്മൾ xi greater than 7 ആണ്. അതിൽ നിന്ന് നമ്മൾ ഇത് കിട്ടി. let ui equal to xi and 2 less than or equal to I less than or equal to 4. അതായത് നമ്മൾ ഫസ്റ്റ് x1 കണ്ടീഷൻ ഇടുന്നത്. ഈ x2, x3, x4 ബാക്കി ഇരിപ്പുണ്ട്. അപ്പൊ അതാണ് 2 less than or equal to I less than or equal to 4 എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് ബാക്കി എല്ലാത്തിനും നമ്മളൊന്നും കൊടുത്തിട്ടില്ല, ഈ x1 മാത്രം കൊടുത്ത കണ്ടീഷനാണ്. അപ്പം u1 equal to x1 -8. ഇവിടെ xi നമ്മൾ കോമൺ ആയിട്ട് എഴുതിയതിന് പകരം ui equal to x1 -8 so that u1 greater than or equal to 0. ഇത് ഇത്രയും നമ്മളൊരു ഇതായിട്ട് എഴുതിയതാണ് കണ്ടീഷനായിട്ട്. ഇനി ഇതിനെ നമ്മൾ പിരിച്ച് c1, c2, c3 എന്നുള്ള രീതിയിൽ എഴുതാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ഇനി ഈ u1, u2, u3, u4 നമുക്ക് ഈ x1, x2, x3 വരെ എഴുതാം. that is therefore u1 plus u2 plus u3 plus u4 equal to u1 എന്താണ്, x1 -8 ആണ്. അത് x1 -8. x2ന് u2 നമ്മൾ പ്രത്യേകിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും എടുക്കുന്നില്ല, അപ്പൊ അത് x2. u3 സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും വരുന്നില്ല, അപ്പൊ x3 x4 which is equal to നമുക്ക് ഈ x1 plus x2 plus x3 x4 equal to 18 വരും.
അങ്ങനെയാണെങ്കിൽ ഈ -8 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ നമുക്കത് 10 ആവും. അപ്പൊ അതെന്ത് വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 ഈക്വൽ ടു 10 എന്നാവും. നമ്മൾ ഈ ഒരു കണ്ടീഷൻ x1ലേക്ക് കണ്ടീഷൻ കൊടുത്തു, ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈ 18 അവിടെ 10 ആയി. അതാണ് ഇപ്പോഴത്തെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷന്റെ ഇനിയിപ്പം നേരത്തെ നമ്മൾ ചെയ്ത ഈ ഫോർമുലയിലേക്ക് പോകും. നമുക്കിപ്പോ ഒരു ഇക്വേഷൻ ഫോർമുലയിലേക്ക് ആയി, ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുള്ള ഒരു ഇക്വേഷൻ ഫോർമുലയിലേക്ക് ഇത് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് n of c1 ഈക്വൽ ടു n എന്താണ് 4, n ഈക്വൽ ടു 4 വരും. r എന്താണ് 10 വരും. -1 അപ്പൊ 4 പ്ലസ് 10 -1 ഇവിടെ 6 ആണ്. അപ്പൊ 10 ഈക്വൽ ടു 13c10. ഇത് അതായത് ഇതിപ്പോ നമുക്ക് x1ലേക്ക് മാത്രം ഒരു കണ്ടീഷൻ വന്നപ്പോൾ കിട്ടിയ ഒരു എത്ര നോൺ നെഗറ്റീവ് ഇന്റിജർ സൊല്യൂഷൻസ് x1ൽ മാത്രം നമ്മൾ പെർട്ടിക്കുലർ കണ്ടീഷൻ കൊടുക്കുമ്പോൾ കിട്ടണ എത്ര എന്നുള്ളതാണ് 13c4. ഇത് പർട്ടിക്കുലർ x1 മാത്രം. ഇനി ഞാൻ x2ന് കൊടുത്താൽ അതിന് c2 ഇടാം. x2ന് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കണ്ടീഷൻ c2 എന്ന് വരും. x3ക്ക് ആണെങ്കിൽ c4 വരും, അല്ല c3 വരും. x4നാണ് ഞാൻ കണ്ടീഷൻ കൊടുക്കണമെങ്കിൽ c4 വരും. അതായത് x1ന് കണ്ടീഷൻ കൊടുത്തപ്പോൾ 13c10 കിട്ടുകയാണെങ്കിൽ അതുപോലെ തന്നെ ഓരോന്നിനും, അതായത് x2നുള്ള ഒരു കണ്ടീഷൻ ഇതേപോലെ സെയിം പ്രോസസ്സിൽ, അതായത് x1ന്റെ സെയിം പ്രോസസ്സിൽ ഇതേപോലെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ n of c2, n of c3, n of c4ഉം ഈക്വൽ ആയിട്ട് തന്നെ വരും. ദാറ്റ് ഇസ് 13c10 തന്നെ കിട്ടും. അപ്പൊ നമ്മളൊരു എഴുതുമ്പോൾ നമുക്ക് ഫുൾ എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഇത് അങ്ങനെയാണ്. അതായത് എല്ലാ കണ്ടീഷനും ഇത് തന്നെ വന്നുകൊണ്ടിരിക്കും, പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല. കാരണം അത് ഒറ്റ പെർട്ടിക്കുലർ ഒരു x1ന് അല്ലെങ്കിൽ ഒരു x2ന് മാത്രമേ നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇല്ല, അതായത് c1, c2, c3, c4, n of c1 ഈക്വൽ ടു n of c2 ഈക്വൽ ടു n of c3 ഈക്വൽ ടു n of c4 ഈക്വൽ ടു 30c10 എന്ന് കിട്ടും. ഇനി അടുത്തത് c1, c2 എന്നുള്ള ഇത്, അതായത് CI, CJ എന്നുള്ള കേസുകൾ എടുത്തു. അതായത് രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് വരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ x1നും x2നും കണ്ടീഷൻ കൊടുക്കുകയാണ്, x3, x4 നമ്മൾ വിടയാണ്. x1, x2നും കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. ലെറ്റ് u1 ഈക്വൽ ടു x1 ഫോർ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അതായത് x1ന് ആദ്യം u1 കൊടുത്തു, എന്നിട്ട് xi ഈക്വൽ ടു ui, xi ഈക്വൽ ടു ui ആണ്. xi ഈക്വൽ ടു ui എന്ന് എടുത്തു. അതായത് x1 ഞാൻ പറഞ്ഞല്ലോ c1, c2 ആണ് എടുത്തേക്കുന്നത്. അപ്പൊ x1നും x2നും കണ്ടീഷൻ കൊടുക്കാൻ പോവുകയാണ്. ഇത് 1, 2. x3, x4 നമ്മൾ വെറുതെ വിട്ടു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നുള്ളത്. ഇനി u1 ഈക്വൽ ടു x1 മൈനസ് 8, u2 ഈക്വൽ ടു x2 മൈനസ് 8. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ, ആകെ വ്യത്യാസം ഒരു എലമെന്റും കൂടെ വന്നു എന്നുള്ളത്. ബാക്കി x3യും x4ഉം x3 ഈക്വൽ ടു u3 എന്നും x4 ഈക്വൽ ടു u4 എന്നും വന്ന് നമ്മൾ അവിടെ അങ്ങനെ നിർത്തുകയാണ്. അതിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തി u1 u2 മാത്രം ഒരു ചേഞ്ച് കൊടുത്തു, അതായത് x1 x2. നേരത്തെ പോലെ തന്നെ u1 പ്ലസ് u2 പ്ലസ് u3 പ്ലസ് u4 ഈക്വൽ ടു x1 മൈനസ് 8 പ്ലസ് x2 മൈനസ് 8 പ്ലസ് x3 പ്ലസ് x4. നേരത്തെ പോലെ അതേ പ്രോസസ് തന്നെ ഈക്വൽ ടു 8 പ്ലസ് 8 16 വരെ. അപ്പൊ നമുക്ക് ഇവിടെ 18 മൈനസ് 16 കിട്ടും, ഈക്വൽ ടു. അതായത് ഇവിടെ നമുക്ക് എന്ത് പറ്റും, x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 ഈക്വൽ ടു 2 എന്ന് വരും. നേരത്തെ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്, അത് നേരത്തെ പോലെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 5c2 എന്ന് വരും. അതായത് എല്ലാം ഒരേ പ്രോസസ്സ് തന്നെയാണ്, ആകെ വ്യത്യാസം വരുന്നത് കണ്ടീഷൻസിൽ വരുന്ന ചേഞ്ച് ആണ്. ഇനി ഇതുപോലെ തന്നെ ഇതിപ്പോ n of c1, c2. ഇനി അടുത്ത് വരുമ്പോ 3 സ്ഥലത്താവും, അടുത്ത് വരുമ്പോ 4 സ്ഥലത്താവും, അങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കും. അപ്പൊ രണ്ടിടത്ത് കണ്ടീഷൻ കൊടുത്തു. അപ്പൊ ബാക്കി ഇതിപ്പോ ഫസ്റ്റ് കേസ് നമ്മൾ x1, x2ലാണ് കൊടുത്തത്. ഇനി ഇപ്പൊ c1, c3 എന്ന് പറയുമ്പോ x1നും x3ക്കും കണ്ടീഷൻ കൊടുക്കും. c1, c4 എന്ന് പറയുമ്പോൾ x3
x1നും x4നും കൊടുക്കും. C2 C4 എന്ന് പറയുമ്പോൾ x2നും x4നും കണ്ടീഷൻ കൊടുക്കും. C3 C4 എന്ന് പറയുമ്പോൾ x3ക്കും x4നും കണ്ടീഷൻ കൊടുക്കും. അപ്പം ഈ ഫസ്റ്റ് നമുക്ക് ഇത് കിട്ടിയ ആൻസർ തന്നെയായിരിക്കും ഇവിടെയും കിട്ടുന്നത്. അതിലൊരു ചേഞ്ചും വരില്ല. ഇനി അടുത്ത കേസ് എന്ന് പറയുമ്പോൾ C1 C2 C3 അതായത് x1 x2 x3 നേരത്തെ പോലെ കണ്ടീഷൻസ് ഇവിടെ 2 കേസിനാണ് കൊടുത്തെങ്കിൽ ഇവിടെ 3 കണ്ടീഷൻസ് ആയി. നേരത്തെ പോലെ അതേ പ്രോസസ്സ് തന്നെയാണ്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ x1 -8 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, -6 കിട്ടി. ഇവിടെ -6 വന്നതുകൊണ്ട് അത് നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ നെഗറ്റീവ് വാല്യൂസിനെ കൺസിഡർ ചെയ്യൂല. കാരണം ഇത് എന്താ പറയുക, നമ്പർ ഓഫ് എലമെന്റ്സ്, നമ്പർ ഓഫ് നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് കണ്ടുപിടിക്കാനാണ്. ക്വസ്റ്റിനെ നോൺ നെഗറ്റീവ് ഇൻഡിജർ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഒരു നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു x1 അല്ലെങ്കിൽ x2 ഒരു നെഗറ്റീവ് വാല്യൂ ആവുന്നത് കൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ആണ്. അതായത് ഇവിടെ x1 plus x2 plus x3 plus x4 equal to -6 എന്നാ വരുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നൊരു നെഗറ്റീവ് വാല്യൂ ആയോ, അതുകൊണ്ടാണ് ഈ -6 വന്നത്. അല്ലാതെ ഇവിടെ നെഗറ്റീവ് വരില്ല നമുക്ക്. അപ്പൊ നെഗറ്റീവ് വന്ന സ്ഥിതിക്ക് നമുക്കിനി അതിലൊരു പ്രൊസീഡിങ് ആണ്. അതായത് n of C1 C2 C3 equal to 0 എന്ന് വരും. അപ്പൊ ഇനി എന്ത് കേസ് എടുത്താലും n of C1 C2 C3 അതായത് x1 x2 x3ക്ക് കണ്ടീഷൻ ഇട്ടപ്പോ 0 വന്നു. അപ്പൊ എല്ലാത്തിനും ഇത് തന്നെ വരും. ഇപ്പൊ x1 x2 x4 ആണ് ഞാൻ എടുത്തതെന്ന് വെച്ചോ, അതിനും ഇതേപോലെ അതേ നെഗറ്റീവ് വരും. അപ്പൊ അവിടെയും അതും 0 ആവും. അതാണ് എഴുതിയിരിക്കുന്നത് സമ്മേഷൻ n of ci cj ck. അതായത് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, n of C1 C2 C3 0 equal to 0 ആണ്. which is equal to n of C1 C2 C4 equal to n of C1 C2 C3 C4 ഈക്വൽ ടു, നമുക്ക് ഇത് ഇങ്ങനെ ടേംസ് എഴുതാൻ പാടല്ലേ, കാരണം ഒരു പേപ്പറിന്റെ പകുതി തന്നെ പോകും ഇങ്ങനെ ടേംസ് എഴുതി പോയാൽ. അതിനെ സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടിയാണ് സമ്മേഷൻ n of ci cj ck. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ ഈ ഫോർമുലയിലേക്ക് എന്തായാലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇതെന്തായാലും ആഡ് ചെയ്തല്ലേ എഴുതണം. അപ്പൊ ഇതിന് എളുപ്പത്തിന് നമുക്ക് സമ്മേഷൻ ഈ ഒരു ഇതിനെ നമുക്ക് ഒറ്റ ഫോർമുലയായിട്ട് എഴുതാൻ പറ്റും. അതായത് സമ്മേഷൻ n of ci cj ck എന്ന് എഴുതാം. ഇതിനെ അങ്ങനെ എഴുതാം സമ്മേഷൻ n of ci cj ഇങ്ങനെ എഴുതാം. ഇതിനെ നമ്മൾ ഫോർമുലയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു എലമെന്റ് 0 ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാം 0 ആവും. അപ്പൊ അതിന്റെ സം എടുക്കുമ്പോഴും 0 ആയിരിക്കും. അപ്പൊ അതായത് ഇപ്പം 3 എണ്ണം, അതായത് C1 C2 C3 അതായത് 3 നമ്പേഴ്സിൽ ഞാൻ ചേഞ്ച് വരുത്തുമ്പോൾ ഉള്ളത് 0 ആയി. അങ്ങനെയാണെങ്കിൽ ചെയ്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും 4 എണ്ണം എടുത്താലും 0 തന്നെ വരും. അല്ലാതെ നെഗറ്റീവിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുള്ളൂ. അതായത് ഞാൻ x1ലും x1 x2 x3 x4 4 ടേംസിന് ഞാൻ കണ്ടീഷൻസ് കൊടുത്തു. ആരാണെങ്കിൽ അതിന്റെ ഇതും 0 തന്നെ വരും. അത് വേണമെങ്കിൽ ചെയ്തു നോക്കിയാൽ കിട്ടും. പിന്നെ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അത് ലോജിക്കലായിട്ട് പറയാനുള്ളൊരു കാര്യമാണ്. ഒരു ഇത് അതിന് തൊട്ടു മുമ്പുള്ള 0 ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന്റെ അടുത്ത ടേം 0 ആവും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള, അതായത് ആ ഫോർമുലയിലേക്ക് ആവശ്യമുള്ള വാല്യൂസ് കിട്ടി, അതായത് n of C1. അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കാനുള്ളത് n bar ആണ്, which is equal to n minus n of C1 plus n of C2 plus n of C3 plus n of C4 plus n of C1 C2 n of C1 C2 plus n of C1 C3 plus up to etc. n of C3 C4 minus n of C1 C2 C3 plus n of C1 C2 C4 up to etc. n of C2 C3 C4 plus n of C1 C2 C3 C4. ഇപ്പൊ ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിനെ നമുക്ക് എളുപ്പത്തിൽ എഴുതാം n of summation n of ci plus summation n of ci cj
minus n of summation ci cj ck plus n of summation n of summation ci cj ck ct. അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആ കിട്ടിയ ഫോർമുല, അതായത് ഫസ്റ്റ് വൺ n of c1 equal to n of c2 equal to n of c3 equal to n of c4 equal to 13c10 എന്ന് കിട്ടി. അത് നമുക്ക് ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അതായത് 13 ഇപ്പൊ 4 13c10 ആയിട്ട് 4 into 13c10 എന്ന് എഴുതാം. അങ്ങനെ 13c10 plus 13c10 plus 13c10 എന്ന് എഴുതാൻ നമുക്ക് പാടില്ലേ. അപ്പൊ 4 into 13c10 അങ്ങനെ എഴുതിയാൽ മതി. അപ്പം ഇത് എന്നിന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതിന്റെ അത് എന്ന് പറഞ്ഞാൽ 1330. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. എനിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയതാണ്. 4 into 13c10. ഇത് 4 കേസാണ് പറഞ്ഞത്, 4 കണ്ടീഷൻസ്. n of c1 c2 c3 c4 പ്ലസ് ഇവിടെ 6, അതായത് c1 c2 c2 c3 അങ്ങനെ പോകും. അത് 6 കണ്ടീഷൻസ് വരും. അത് 6 into 5c2 എന്ന് വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ടു 246. അതായത് ഈ കണ്ടീഷൻസ് എല്ലാം ചേർത്ത് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻസിന് കിട്ടുന്ന നോൺ നെഗറ്റീവ് ഇന്റിജർ സൊല്യൂഷൻ എന്ന് പറയുന്നത് 246 ആയിരിക്കും. 246 ആയിരിക്കും. ഇത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ. കാൽക്കുലേറ്റർ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താണ്, കറക്റ്റാണെന്ന് തോന്നുന്നു. ആ 5c2 ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ, മനസ്സിലായ? ഇനി അടുത്തത് ഇതിന്റെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. In how many ways can the 26 letters of the alphabets be permitted so that none of the patterns car, dog, pun or bite occur? അതായത് നമുക്ക് 26 ലെറ്റേഴ്സ് ഉണ്ട് ആൽഫബറ്റ്സ്. അതില് ഈ ഇത് ആ 26നെ നമ്മൾ പെർമ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറെ വേർഡ്സ് പോലെയൊക്കെ ഫോം ആവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കാറ്, ഡോഗ്, പൺ, ബൈറ്റ് ഈ ഫോമിലുള്ള വേർഡ്സ് ഒന്നും ആ അറേഞ്ച് ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ നമുക്ക് എ ബി സി ഡി ഇങ്ങനെ എഴുതുകയാണ്. അപ്പൊ ഇതിനെ ഞാൻ വീണ്ടും എഴുതുമ്പോൾ എ സി ബി ടി എഫ് അങ്ങനെ ഞാൻ പെർമ്യൂട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ എഴുതുകയാണെന്ന് വെച്ചോ. ഇവര് പറഞ്ഞിരിക്കണെന്ന് വെച്ചാ ഇപ്പം എ ബി ഫോർ എക്സാമ്പിള് കാറെന്നുള്ള ഇത് ഒരുമിച്ച് വരരുത്. ഇപ്പൊ ഞാന് ബി സി എ ആർ ഈ ലെറ്റേഴ്സ് ഒരുമിച്ച് ഒന്നും വെച്ചോ. ബാക്കി ലെറ്റേഴ്സ് ഞാൻ എഴുതി ടി എഫ് ജി അങ്ങനെ എഴുതുന്ന വെച്ചോ. അതാണ് ഈ ക്വസ്റ്റ്യൻസ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം ഈ ലെറ്റേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ പോലും കാറ്, ഡോഗ്, പണ്ണ്, ബൈറ്റ് ഈ 4 വേർഡ്സ് വരാൻ പാടില്ല. അങ്ങനെ എത്ര രീതിയിൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ പെർമ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ലെറ്റ് എസ് ഡിനോട്ട് ദ സെറ്റ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻ ഓഫ് 26 ലെറ്റേഴ്സ്. അതായത് നമ്മൾ 26 ലെറ്റേഴ്സിനെ ആദ്യം പെർമ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ച പെർമ്യൂട്ടേഷൻ വെച്ച് നമുക്ക് എന്ത് പറയാം? അപ്പൊ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എത്രയായിരിക്കും? 26 ഫാക്ടോറിയൽ. അതായത് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അതായത് ഇത്ര അറേഞ്ച്മെന്റ് പെർമ്യൂട്ടേഷനെ നമ്മൾ റിപ്പീഷൻ ഓർ ഒന്നും ഇല്ലാതെ പെർമ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ n ഫാക്ടോറിയൽ എന്നായിരിക്കും എഴുതാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ 26 ആണ്, n equal to 26 ആണ്. സോ s will be equal to 26 ഫാക്ടോറിയൽ. അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ s എന്ന് പറയാൻ 26 ഫാക്ടോറിയൽ ആയിരിക്കും. ഇനി for each 1 less than or equal to I less than or equal to 4
A permutation in S is said to be satisfy the condition Ci if the permutation condition contains the pattern car, dog, fun or bite. അതായത് ഈ 1 ലെസ് ദാൻ ഈക്വൽ I ലെസ് ദാൻ ഈക്വൽ 4 എന്ന് ഉദ്ദേശിക്കുന്ന നാലെണ്ണം. ഇത് ഇപ്പൊ ഞാനൊരു ഇത് ഫസ്റ്റ് കേസ്, ഇത് സെക്കൻഡ് കേസ്, ഇത് തേർഡ്, ഇത് ഫോർത്ത് കേസ് വെച്ചോ. അത് ഞാൻ ഡിനോട്ട് ചെയ്യണം 1 ലെസ് ദാൻ ഈക്വൽ ടു I ലെസ് ദാൻ ഈക്വൽ ടു 4 എന്ന് നമ്മൾ എഴുതണത്. പെർമ്യൂട്ടേഷൻ ടു ബി സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ Ci. അതായത് നമ്മളിപ്പോ എന്താണ് ഈ 4 പാറ്റേണും വരാത്ത എത്ര പെർമ്യൂട്ടേഷൻസ് ഉണ്ടാവും എന്ന് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. അപ്പൊ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എത്ര പെർമ്യൂട്ടേഷൻ ഇതൊക്കെ വച്ച് വരും എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ അതിനായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ കണ്ടീഷൻസ് എടുക്കും. C1, C2, C3, C4 എന്ന് നമ്മൾ 4 കണ്ടീഷൻസ് എടുക്കാൻ പോവുകയാണ്. C1 കണ്ടീഷൻ പറഞ്ഞാൽ കാർ എന്നുള്ള പാറ്റേൺ വരുന്ന കേസ്, C2 എന്ന് പറയുന്നത് ഡോഗ് എന്നുള്ള പാറ്റേൺ വരുന്നത്, C3 എന്ന് പറയുന്നത് ഫൺ എന്നുള്ള പാറ്റേൺ വരുന്നത്, C4 എന്ന് പറയുന്നത് ബൈറ്റ് എന്നുള്ള പാറ്റേൺ വരുന്ന കേസ്. അതായത് ഞാൻ ഇപ്പൊ അറേഞ്ച്മെന്റ് നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് n of C1 എന്നുള്ള, അത് നമുക്ക് C1 നോക്കാം. നമ്പർ ഓഫ് cases in which C1 condition is satisfied. The number of ways 24 symbols. ഈ 24 എവിടെ, നമുക്ക് ഇവിടെ 26 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ നമ്മളിപ്പോ ആലോചിക്കുന്നുണ്ടാവും 24 എവിടെ നിന്ന് വന്നു എന്നുള്ളത്. ഇപ്പൊ 26 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പം ഈ കാർ എന്നുള്ളത് 3 ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ, 3 ലെറ്റേഴ്സ് നമ്മുടെ ഈ കാർ എന്നുള്ള വേർഡിനുണ്ട്. 26 3 വരച്ച് 23 ലെറ്റേഴ്സ്. അപ്പൊ കാർ എന്നുള്ള ലെറ്റർ 3 ലെറ്റേഴ്സിനെ ഒഴിച്ചു കഴിഞ്ഞാൽ BDEFPQSTXYZ. കാറിൽ നിന്ന് ആ 3 ലെറ്റർ CAR എന്നുള്ള ലെറ്റേഴ്സിനെ മാറ്റി വെച്ചാൽ നമുക്കിത് എത്ര 23 ലെറ്റേഴ്സ് കിട്ടും. ഇനി നമ്മൾ ഈ കാർ എന്നുള്ളതിന് 3 ലെറ്റേഴ്സ് ആണെങ്കിൽ പോലും ഈ പെർമ്യൂട്ടേഷന്റെ കേസ് നമ്മൾ ഇതിനെ ഒറ്റ ലെറ്റർ ആയിട്ട് എടുക്കുകയാണ്. അതായത് 1 ലെറ്റർ ആയിട്ട് എടുക്കുകയാണ്. CAR എന്നുള്ള 1 ലെറ്റർ ആയിട്ട് എടുക്കുകയാണ്. അതായത് CAR ഒരു ഒറ്റ ലെറ്റർ. അപ്പൊ എന്തായാലും 23 + 1 വരും, which is equal to 24. അതാണ് 24 സിംബൽസ് പോലെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇനിയിപ്പോ എല്ലാ കേസുകളും അങ്ങനെ തന്നെയായിരിക്കും. ഡോഗിന് 1 ലെറ്റർ ആയിട്ട് എടുക്കും, ഫണ്ണും 1 ആയിരിക്കും, ബൈറ്റും 1 ആയിട്ട് എടുക്കും. സോ ദ നമ്പർ ഓഫ് വേസ് 24 സിംബൽസ്. ബി കാറിനെ ഒറ്റ ലെറ്റർ ആയിട്ട് എടുക്കുന്നത് DEF can be permuted as n of C1 equal to 24 factorial. നേരത്തെ പോലെ തന്നെ 26 ലെറ്റേഴ്സ് വരുമ്പോൾ നമുക്ക് 26 ഫാക്ടോറിയൽ ആണ്. അപ്പം 24 ലെറ്റേഴ്സ് വരുമ്പോൾ 24 ഫാക്ടോറിയൽ. അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് C2, അതായത് ഡോഗിന്റെ കേസ് C2 ആയിട്ട് എടുത്തു, ഫണ്ണ് എന്ന് പറയുന്നത് C3 എടുത്തു, ബൈറ്റ് C4. ഈ ഡോഗും ഫണ്ണിന്റെ കേസും 24 ഫാക്ടോറിയൽ വരും. പക്ഷേ ബൈറ്റിന്റെ കേസിൽ ഒരു ചേഞ്ച് വന്നത് വെച്ചാൽ ബൈറ്റ് 4 ലെറ്റേഴ്സ് ഉള്ള ഇതാണ്. അപ്പൊ 26 - 4 = 22 വരും. ഈ ബൈറ്റിനെ ഒറ്റ ലെറ്റർ ആയിട്ട് എടുക്കുമ്പോൾ 22 + 1 = 23 വരും. അതാണ് ഇവിടെ ഈ ഒരു n of C4 ചേഞ്ച് എന്ന് പറയുന്നത്. അതാണ്, വേറെ ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് മാത്രം അവിടെ മാത്രം 23 ഫാക്ടോറിയൽ എന്ന് വരും. ഇനി അടുത്തത് ഇതിപ്പോ ഒരൊറ്റ, അതായത് കാറ് അല്ലെങ്കിൽ ഡോഗ് അല്ലെങ്കിൽ ബൈറ്റ് അല്ലെങ്കിൽ ഒരൊറ്റ കേസ് എടുത്താൽ മാത്രമുള്ളതാണ് സിംഗിൾ കേസ് മാത്രം. ഇനി അടുത്ത C1 C2, അതായത് ഞാനിവിടെ കാറും ഡോഗും കൂടെ വരണ കേസ് വെച്ചു അതെടുത്തു. അപ്പൊ അങ്ങനെ ആകുമ്പോ we can count 22 symbols. അതായത് ഡോഗും കാറിനെ മാറ്റി നിർത്തി ബാക്കി എല്ലാത്തിനും കൂടെ ആഡ് ചെയ്യുമ്പോൾ ലെറ്റേഴ്സ് കിട്ടും. ഇത് രണ്ടും മാത്രമേ 22 ലെറ്റേഴ്സ് വരും. സോ which can be permuted in 20. അതായത് സെയിം മെത്തേഡ് തന്നെ, ആ ഒരു കേസും ഒരു വേർഡ് കൂടെ എക്സ്ട്രാ ജോയിൻ ആയി, അതായത് കാറിന്റെ കൂടെ ഡോഗ് ജോയിൻ ആയി. അപ്പൊ അതുകൊണ്ട് 22 ഫാക്ടോറിയൽ. ഈ C4 വരുന്ന കേസുകളിൽ മാത്രം 21 ഫാക്ടോറിയൽ. നേരത്തെ പോലെ തന്നെ അതായത് ബൈറ്റ് എന്നുള്ള വേർഡ് വരുന്നു, അതുകൊണ്ട് മാത്രം അത് 21 ഫാക്ടോറിയലിലേക്ക് മാറും. അപ്പൊ ഇതിപ്പോ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഇനി ഇതുപോലെ തന്നെയാണ് 3 എടുക്കുമ്പോഴും.
C1 C2 C3 എന്നുള്ള കേസ്. അതും അവിടെ ഇതുപോലെ തന്നെ. അങ്ങനെ ആകുമ്പോൾ ഡോഗ്, പണ്ണ്, കാറ്, ഈ 3 വാക്കുകളും എടുത്തു. അപ്പൊ 20 ഫാക്ടോറിയൽ ഉണ്ടാവും. പക്ഷെ ബൈറ്റ് വരുമ്പോൾ മാത്രം അതിലൊരു ചേഞ്ച് വരുന്നത് കൊണ്ട് അത് 19 ഫാക്ടോറിയൽ ആയിരിക്കും. ഇതല്ല, ആദ്യം തൊട്ട് എന്താണ് ചെയ്യണം, അതിന്റെ കൂടെ ആഡ് ചെയ്ത് പോകുന്നല്ലാതെ വേറെ മാറ്റമൊന്നും വരില്ല. അതുപോലെ 4 കേസും കൂടെ വരുമ്പോൾ 17 ഫാക്ടോറിയൽ. ഇതൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഈ ഒരു എണ്ണത്തിലേക്ക് n-n(c1) ഈ ഒരു ഫോർമുലയിലേക്ക് നമുക്ക് ഈ കിട്ടിയ വാല്യൂസിനെ മുഴുവൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n of C1 bar, C2 bar, C3 bar, C4 bar equal to 26 factorial minus 3 into 24 factorial. അതായത് n of C1, C2, C3 same ആണ് 3 into 24 factorial plus 23 factorial plus 3 into 22 factorial plus അതായത് ഇവിടെ C1, C2, C1, C3, C1, C4 അങ്ങനെ കേസ് വരുമ്പോൾ 6 കേസസ് ഉണ്ടാവും. അതില് 3 C4 വരില്ല, അതില് 3 വിത്തൗട്ട് C4 വരും, ബാക്കി 3 വിത്ത് C4 വരും. അതുകൊണ്ടാണ് 3 into 24 ഫാക്ടോറിയൽ 3 into 22 ഫാക്ടോറിയൽ പ്ലസ് 3 into 21 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞത് മൈനസ് 20 ഫാക്ടോറിയൽ പ്ലസ് ഇതിലും 4 കേസുകൾ വരും. 4 കേസ് വരുമ്പോൾ അതിലും 3 വിത്ത് C4 വരുന്നതുകൊണ്ട്, അതായത് C4 എന്നുള്ള കണ്ടീഷൻ അതിലേക്ക് പറഞ്ഞതുകൊണ്ട് 3 into 19 ഫാക്ടോറിയൽ പ്ലസ് 20 ഫാക്ടോറിയൽ അവസാനത്തത് 17 ഫാക്ടോറിയൽ. ഇത് ആഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. വലിയ നമ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താലും കിട്ടൂല. അത് അങ്ങനെയുള്ള കേസ് കാൽക്കുലേറ്റ് ചെയ്താലും കിട്ടാൻ പാടായിട്ടുള്ള വരുമ്പോൾ ഇങ്ങനെ നിർത്തിയാവുന്നത്. അപ്പം ഇതാണ് ആ ഒരു ടോപ്പിക്കിലെ 2 ക്വസ്റ്റ്യൻസ്. ഈ പറഞ്ഞതില് ഈ രണ്ടിലും കുഴപ്പമില്ലെങ്കിൽ അടുത്ത ഇതിന്റെ ജനറലൈസ്ഡ് പ്രിൻസിപ്പിളിലേക്ക് പോവാം. പോട്ടെ, ഇത് ചെയ്ത് നോക്കുക. ഈ ഒരു പ്രോബ്ലം ആയിട്ട് ചെയ്ത് നോക്കുക. അപ്പം കുറച്ചുകൂടെ നമുക്ക് ക്ലാരിറ്റി കിട്ടും. വേറെ ക്വസ്റ്റ്യൻസ് നേരിട്ട് അതുപോലത്തെ ടൈപ്പ് നേരത്തെ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ.